Hello, everyone. So, today, back on conversation with us, we have a masterful storyteller, an innovatory art filmmaker. On cue with Parthan Mohan. So, Parthan, നമ്മൾ last time converse ചെയ്ത സമയത്ത് you had discussed like the legacy that your father left you, how you build on top of it, your team, your work through and all those, right? So, ഇന്നെൻ്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ ഭയങ്കര മേജർ ചേഞ്ചസ് വരുത്തി നമ്മളെല്ലാം പ്രൊഫഷനെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു ഇൻസിഡൻ്റ് ആണത് കോവിഡ്. അപ്പോൾ കോവിഡിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ കൂടെ വന്ന സമയത്ത് ഹൗ ഡിഡ് ദാറ്റ് എഫക്ട് യുവർ വേ ഓഫ് വർക്കിംഗ്? ഓക്കെ. സോ കോവിഡ് എന്ന് പറയുന്നത് ലൈക്ക് യു മെൻഷൻ നമ്മുടെയൊക്കെ ഈ ഒരു എന്താ പറയുക മില്ലനിയൽ ലൈഫ്സ് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിലുള്ള എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും വലിയ ഇൻസിഡൻ്റ് ആയിരുന്നു ഗ്ലോബലി. ബിക്കോസ് വാട്ട് ലൈഫ് വാസ് ഇപ്പം ഇറ്റ്സ് പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എല്ലാ കാര്യത്തിലും. സോ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഷെവിയുടെ ഒരു ജേർണി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ റെവല്യൂഷനിലൂടെ കടന്നു. നമ്മൾ ആ ഒരു നമ്മുടെ ടീമിനെ കൂടുതൽ അപ്സ്കിൽ ചെയ്തു. ആൻഡ് ദെൻ ഐ ഷിഫ്റ്റഡ് മൈ അറ്റൻഷൻ ബാക്ക് ഓൺ ബിൽഡിംഗ് ദ ബ്രാൻഡ് അഗെയിൻ ആൻഡ് ഗോയിങ് ഫോർ ലാർജർ ക്ലയൻറ്റ്സ് ഇൻറ്റിഗ്രേറ്റഡ് ക്യാമ്പയിൻസ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ടേക്ക് ഓഫ് ആയിരുന്നു ഒരു 2017 to 20. ആ ഒരു 3 years, മേ ബി ഓൾമോസ്റ്റ് 4 years was very good. So each year we were pitching harder, more aggressively, and we were signing new accounts, major brands, Kerala brands or national brands. അങ്ങനെ 2019 ആയപ്പോഴേക്കും വി ഹാഡ് ലൈക്ക് ഓൺ ദ കോഴ്സ് ഓഫ് സംതിങ് മേജർ. ഈവൻ വി കുഡ് ഫീൽ ദ എൻ്റെ ടീം കുഡ് ഫീൽ ഇറ്റ്. കാരണം ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങി ഹാഫ് വേ തന്നെ അടുത്ത പ്രോജക്റ്റ് വരുന്നു. സോ വി ഹാഡ് ടു ഹയർ ന്യൂ പീപ്പിൾ. സ്കെയിലിംഗ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി വരുന്ന ഒരു സമയം. സോ ഓൾ ദിസ് വാസ് വെരി പ്രോമിസിങ്. ഇറ്റ് വാസ് വെരി വി വർ ഓൾ വെരി ഹൈപ്ഡ് അപ്പ്. അങ്ങനെ 2020 തുടങ്ങിയ സമയത്ത് തിങ്ക് ദ ഫസ്റ്റ് ക്വാർട്ടർ ജാൻ ഫെബ് മാർച്ച് നമുക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് റണ്ണിങ് ആയിരുന്നു. അതായത് മേജർ ബ്രാൻഡ്സിൻ്റെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒരേ സമയം തന്നെ ഷൂട്ട്സ് റണ്ണിങ് ആണ്. എനിക്ക് തന്നെ ലൈക്ക് ഐ പേഴ്സണലി ഐ വോണ്ട് ടു ഡയറക്റ്റ്. പക്ഷേ എനിക്ക് ഒരെണ്ണം അവസാനം ഐ ഹാഡ് ടു ഗീവ് ഇറ്റ് ഓഫ് ടു എ ഫ്രണ്ട് ഹൂസ് അനദർ ഫിലിം മേക്കർ. ബിക്കോസ് എനിക്ക് രണ്ട് ഞാൻ എഴുതി, ഒരെണ്ണം ഐ ഹാഡ് ടു പ്രയോറിറ്റൈസ്. ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ഇതെനിക്ക് ഹി വാസ് ഈക്വലി ഗുഡ് ആൻ എക്സലൻറ്റ് ഫിലിം മേക്കർ ഹിംസെൽഫ്. ഐ ഹാഡ് ടു ലൈക്ക് കോൾ ഹിം ആൻഡ് ഗിവ് ഹിം ദാറ്റ് ഷൂട്ട്. ബിക്കോസ് മൾട്ടിപ്പിൾ ഒരേ ടൈം ലൈനിൽ ഇപ്പം തന്നെ ക്ലയൻറ്റിന് വേണം എന്നുള്ള ലെവലിൽ പ്രോജക്റ്റ് നിൽക്കുന്നു. വിച്ച് വാസ് വെരി ഗുഡ് ഇൻ എൻ ഏജൻസി പെർസ്പെക്റ്റീവ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും ഈ പറഞ്ഞ പോലെ ടീമൊക്കെ ഹയർ ചെയ്തു, കുറച്ചുകൂടി ആൾക്കാരൊക്കെ എടുത്തു. വി വർ ട്രെയിനിങ് ദം. ആ ഒരു ഫുൾ ഫ്ലോയിൽ നിൽക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. സോ മേ ബി ആ ഒരു ജേർണിയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തൊരു ഞങ്ങളുടെ ഒരു ഫ്ലോയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തൊരു ഒരു എപ്പിസോഡായിരുന്നു. ഐ റിമെമ്പർ മാർച്ചിൽ ആക്ച്വലി ഞങ്ങൾക്ക് 3-4 പ്രോജക്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മാർച്ചിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഷൂട്ട്സൊക്കെ ചെറുതായിട്ടൊക്കെ നമ്പർ ഓഫ് പീപ്പിൾ കുറയ്ക്കണം, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ടെമ്പററി ഫേസാണ്, ഇതിപ്പം മാറും. പണ്ട് നിപ്പ വന്നല്ലോ കുറച്ച് നാൾ മുമ്പ്, കേരളത്തിൽ നിപ്പ വന്നിരുന്നു. അപ്പോൾ നിപ്പ ടൈമിൽ ദർ വാസ് എ ലോട്ട് ഓഫ് ആൻസൈറ്റി. പക്ഷേ മേ ബി ഒരു 1 month ഒക്കെ അത് നിന്നുള്ളൂ. അപ്പോഴത്തേക്കും ദ ഒഫീഷ്യൽസ് വർ ഏബിൾ ടു അറസ്റ്റ് ഇറ്റ്. സോ അതേപോലെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. നിപ്പ വന്നു, കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ബട്ട് ഒരു 1 month ദിസ് വിൽ ബി ഓവർ. 1 month എന്നുള്ളത് 2 months ആയി. പിന്നെ ഈ പറയുന്ന പോലെ ഒരു എൻറ്റയർ കൾച്ചർ തന്നെ നമ്മുടെ മാറി. ഈ പറയുന്ന പോലെ ഡെയിലി നമ്മൾ എത്ര പേർക്ക് കോവിഡ് വന്നു എന്ന് പറയുന്ന നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ നമ്മൾ റോഡ് മാപ്സും എങ്ങനെ പോയി, അവിടെ പോയി, ഇവിടെ പോയി. അപ്പോൾ അതൊക്കെ നമ്മളെ കൂടുതൽ നമ്മുടെ എന്താ പറയുക വർക്കിനെ എഫക്റ്റ് ചെയ്തു. ഓഫീസസ് ഹാഡ് ടു ബി ഷട്ട്, ടീം ഹാഡ് ടു ഗോ ഓൺ റിമോട്ട്. അപ്പോൾ അത്രയും നാൾ ആൻഡ് ഇൻ എ ക്രിയേറ്റീവ് സ്പേസ് റിമോട്ട് ഡസൻ ആക്ച്വലി ഫുള്ളി വർക്ക്. ഇറ്റ് വിൽ ഓൺലി വർക്ക് ടു സം എക്സ്റ്റെൻറ്റ് അന്നത്തെ ഒരു ഫ്രെയിം വർക്കിൽ. സോ എനിക്ക് എൻ്റെ ടീമിനെ കാണാൻ പറ്റുന്നില്ല, അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലോട്ട് എത്തിയിട്ടില്ല. ബട്ട് ഇനിഷ്യൽ ആ ഒരു ലോക്ക്ഡൗൺ ടൈംസിലൊക്കെ ഈ പറയുന്ന പോലെ വി വർ ഹോം ആസ് എവരിബഡി ആൻഡ് ഐ വാസ് ട്രൈങ് ടു എൻഗേജ് മൈസെൽഫ് ക്രിയേറ്റീവ്ലി. പേഴ്സണലി ഞാൻ കുറേ മിസ് ഔട്ട് ചെയ്ത കുറേ സിനിമകളിരുന്ന് കണ്ടു. ഞാൻ ഫാമിലിയായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഈ പറയുന്ന പോലെ ടിക്ടോക്കിൽ കുറേ കണ്ടൻറ്റ് ചെയ്തു. അങ്ങനെ ഐ വാസ് എക്സ്പ്ലോറിങ് അനദർ ആസ്പെക്ട് ഓഫ് മൈൻഡ്. ഐ വാസ് റീഡിങ് അപ്പോൺ എ ലോട്ട് ഓഫ് ബുക്സ്. കുറേ ക്രിയേറ്റീവ് ക്യാച്ചപ്പാണ് പേഴ്സണലി ഞാൻ ആദ്യത്തെ ഒരു 2-3 months ചെയ്തത്. ബട്ട് ദെൻ ജൂണൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ ലോക്ക്ഡൗണൊക്കെ ഈസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മാസ്ക് വെച്ച് പുറത്ത് പോവുക, തിരിച്ച് വന്ന ഉടനെ സാനിറ്റൈസ് ചെയ്യുക, ആ ഒരു പ്രോട്ടോക്കോളിലോട് നമ്മൾ കയറി. പക്ഷേ ഇപ്പുറത്തെ ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ വർക്ക് വാസ് നോട്ട് മൂവിങ്. അത് അന്ന് മാർച്ചിൽ എന്തൊക്കെ പ്രോജക്ട്സ് നിന്നോ, എവിടെയായിരുന്നോ, വെൻ ഐ റീ ഓപ്പൺ ഇൻ ജൂൺ നൺ ഓഫ് ദം വെർ ദർ. ആ പ്രോജക്ട്സ് എല്ലാം ഡ്രോപ്പായി. അപ്പോൾ ക്ലയൻറ്റ് പറയുന്നത് വെച്ചാൽ കോവിഡാണ്, ബജറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം തൽക്കാലം മാർക്കറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഇല്ല. പിന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ ടൈമിംഗ് ഭയങ്കര ക്രൂവലായിരുന്നു. ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിൻ്റെ വാതിക്ക് കൊണ്ടാണ് ഈ സാധനം വരുന്നത്. സോ ആ എൻറ്റയർ വർഷത്തെ ബജറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. മോസ്റ്റ് ഓഫ് മൈ ബ്രാൻഡ്സ് വെർ ലൈക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ മാർക്കറ്റിംഗ് ബജറ്റ് ഇല്ല എന്ന് തന്നെ ക്ലിയർലി ഒരു ജൂൺ ജൂലൈ ആയപ്പോഴേക്കും നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലായി.
വിച്ച് മെൻറ്റ് വി കനോട്ട് എക്സ്പെക്ട് എനി വർക്ക് ഫ്രം ഓൾ ദോസ് ക്ലയൻസ്. അവരങ്ങനെ ക്ലിയർ ആയിട്ട് പറയാണ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത മാർച്ച് വരെ ഒന്നും നോക്കണ്ട, അപ്പോഴത്തേക്കും സാഹചര്യം നോക്കിയിട്ട് നമുക്ക് വീൽ ഡിസൈഡ് എന്നുള്ളൊരു ആൻസർ ആയിരുന്നു. ബട്ട് ദെൻ അവിടെയാണ് പാനിക് ബട്ടൺ ഹിറ്റായത്. ഇനി ഓക്കെ, സാലറീസ് കൊടുക്കണം, അല്ലെങ്കിൽ ടീമിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് വർക്ക് വേണം. I still remember July മാസം, entire month of July, my billing was, the entire billing of Shopee was 15,000 rupees. 15,000 രൂപയായിരുന്നു ബില്ലിങ്. അപ്പം നമുക്ക് സാലറി ഓവർ ഹെഡ്സ് ഒക്കെ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ലാക്സ് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. സോ വി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഇൻ ടു അവർ റിസർവ്സ്. നമ്മുടെ അതിനുള്ള കമ്പനി റിസർവ്സിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ് പോയത്. സെപ്റ്റംബർ ഓണം സീസണും ഇത്തവണ ഒന്നും ഉണ്ടായില്ല. ഓണം വാസ് വെരി എല്ലാവരും വീട്ടിലിരിക്കൂ, ഫാമിലിയായിട്ട് ഓണം സ്പെൻഡ് ചെയ്യുന്ന ലെവലിലായിരുന്നു. വീട്ടിലുണ്ടോണം എന്നുള്ള വീട്ടിൽ സാധനം. ഉണ്ടോണം എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. സോ ഐ തിങ്ക് ടിൽ ദ എൻഡ് ഓഫ് ദാറ്റ് ഇയർ ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ലൈൻ. പിന്നെ പ്രൊഡക്ഷൻസും ഷൂട്ട്സും ഒക്കെ ഒരുപാട് കർട്ടെയിൽഡ് ആയിരുന്നു. നമ്പർ ഓഫ് പീപ്പിൾ, ഐ തിങ്ക് 20 people per set എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. കല്യാണത്തിനും മരണത്തിനൊക്കെ 20 പേരെന്തോ കണക്കായിരുന്നു. അതേ 20 പേര് കണക്കായിരുന്നു ഒരു ഷൂട്ടിംഗ് സെറ്റിൽ. അപ്പം ദാറ്റ് വാസ് ലൈക്ക് ഹാഫ് ഓഫ് വാട്ട് വി യൂഷ്വലി ഹാഡ്. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട്സും എല്ലാം ചെറുതാവാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, വലിയ ഷൂട്ട്സ് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം അങ്ങനത്തെ നമ്മുടെ എൻറ്റയർ വർക്ക് ഫ്ലോ കംപ്ലീറ്റ്ലി മാറേണ്ടി വന്നു. സോ ദിസ് വാസ് വെരി, എന്താ പറയുക, ഇനിഷ്യലി ഇറ്റ് വാസ് വെരി നമുക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ പയ്യെ ആസ് ഹ്യൂമൻസ് ഡു, വി സ്റ്റാർട്ടഡ് ഐഡൻറ്റിഫൈയിങ് ന്യൂവർ ഗ്രൗണ്ട്സ്. ഓക്കെ, ഇതിപ്പോൾ ഇനി ഇങ്ങനെയാണ് അങ്ങോട്ടെങ്കിൽ വേറെ എന്തൊക്കെ പുതിയതരം കോണ്ടൻറ്റ് പ്ലാൻ ചെയ്യാം. എൻ്റെ ദ വി ആർ എ ക്രിയേറ്റീവ് ഏജൻസി, വി ആർ നോട്ട് ജസ്റ്റ് എൻ ആഡ് ഫിലിം കമ്പനി. സോ ഡെഫിനറ്റ്ലി ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ക്ലയൻറ്റ് മാത്രമല്ല, എൻ്റെ ഇക്കോ സിസ്റ്റം ഹാസ് ചേഞ്ച്. അവരുടെ കയ്യിലുമല്ല, അവരെ കൺട്രോളിലോ അല്ലെങ്കിൽ അവരുടെ കുഴപ്പമോ ആയിരിക്കില്ല വില. പക്ഷേ ദേ നീഡ് ടു സർവൈവ്, എവരിബഡി നീഡ്സ് ടു സർവൈവ്. അപ്പോൾ ആ സമയത്ത് വി വെൻറ്റ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ഹൗ വി ക്യാൻ ജനറേറ്റ് ഗുഡ് ക്വാളിറ്റി കോണ്ടൻറ്റ് വിത്തൗട്ട് മേ ബി ഷൂട്ട്സ് ഇല്ലാതെ എങ്ങനെ ചെയ്യാം. ആ സമയത്തൊക്കെയാണ് നമ്മൾ അനിമേഷൻ, പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അനിമേഷൻ ടീം വളരെ സ്ട്രോങ് ആയിരുന്നു. സോ ഈ ടീമിൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ഒരു സമയത്താണ്. ഈ പറയുന്ന പോലെ അഗൈൻ ഇൻഫോഗ്രാഫിക് വീഡിയോസും വൈറ്റ് ബോർഡ് വീഡിയോസും AI എന്ന് വന്ന് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് AI ടൂൾസ് അന്ന് പോപ്പുലർ അല്ല. പക്ഷേ അനിമേഷൻ ആയിട്ടുള്ള ഒരുപാട് കോണ്ടൻറ്റ് ഞങ്ങൾ ആ സമയത്ത്, ഇൻക്ലൂഡിങ് ഫോർ മലയാള മനോരമ, ആ വർഷത്തെ കലണ്ടർ ക്യാമ്പയിൻ പോലും എൻറ്റയർ അനിമേറ്റഡ് സീരീസ് ക്യാമ്പയിൻസ് ആയിരുന്നു. സോ അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് എല്ലാം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്തു. ആൻഡ് മനോരമ കലണ്ടറിൻ്റെ TV ആഡ് ഉണ്ടായിരുന്നു. TV ആഡ് ആക്ച്വലി വി ഷൂട്ട് എവറി ഇയർ. ആ വർഷത്തെ TV ആഡ് വി ഷോട്ട് ആസ് എ സൂം കോൾ, ഒരു സൂം കോൾ ഫോർമാറ്റിലാണ്. അതായത് അപ്പൻ നാട്ടിലുണ്ട്, ഒരു മകള് പുറത്തുനിന്ന്, ഒരു രാജ്യത്തുനിന്ന് നാട്ടിലെ ഈ സൂം എന്ന് പറയുന്ന ആപ്പ് നമ്മൾ അന്ന് പരിചയപ്പെടുന്ന ആ സമയത്താണ്. അതുവരെ മലയാളികൾക്ക് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് അറിയില്ല. ഇന്നിപ്പോൾ നമ്മുടെ പാർട്ട് ആൻഡ് പാർസലാണ് സൂം. അപ്പോൾ ആ സൂം കോൾ വഴി ഈ മകള് അച്ഛനെ നാട്ടിൽ വിളിക്കുന്നു. എന്നിട്ട് നോക്കുമ്പോൾ പുള്ളി മുറ്റത്തങ്ങാണ് നിൽക്കുക, പുറത്തവിടെ നിൽക്കുക. അപ്പം വീട്ടിലല്ലേ, പുറത്തിറങ്ങി നടക്കുകയാണോ, നടക്കല്ലെന്ന് പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് കൊച്ച് വഴക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് ആ കോൺവെർസേഷൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മളെ മനോരമ കലണ്ടറിനെ അവതരിപ്പിച്ചത്. സോ വി വെൻറ്റ് ഫോർ വെർച്വൽ ഫിലിം മേക്കിംഗ്, ബിക്കോസ് എൻ്റെ ഇതിൽ വി ആർ ഫിലിം മേക്കേഴ്സ്, സോ വിൽ ഹാവ് ടു ഫൈൻഡ് എ വേ. അതേപോലെ ആ സബ്സീക്വൻ്റ് 2021 ഫസ്റ്റ് ഹാഫിൽ ഇതേപോലെ ഒരു മാട്രിമോണിയൽ ഒരു ക്ലയൻറ്റ് വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ദേ വോണ്ട് ഡു എ കോണ്ടൻറ്റ്. അപ്പം ഡിജിറ്റലി വൈറലാവാൻ ചാൻസ് ഉള്ളൊരു കണ്ടൻറ്റാണ് നോക്കിയത്. സോ വി കാസ്റ്റ് 2 people. അവരിതേപോലെ ഒരു ഒരു വാട്സാപ്പ് വീഡിയോ കോളിൽ അവർ സംസാരിക്കുന്ന ഒരു യങ് കപ്പിൾ സംസാരിക്കുന്ന പോലൊരു വീഡിയോ കോൾ ഫോർമാറ്റിലായിരുന്നു. ഇറ്റ് വാസ് അഗെയിൻ എ വെർച്വൽ പ്രൊഡക്ഷൻ. ഞാൻ ട്രിവാൻഡ്രത്തിരിക്കുന്നു, ഇതിലൊരു കുട്ടി, ഐ തിങ്ക് ഷീസ് ഫ്രം ആലപ്പി, ആൻഡ് ദ ഹീറോ ബോയ് വാസ് സിറ്റിംഗ് ഇൻ കൊച്ചിൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും വെർച്വലി കണക്ട് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇൻഫാക്ട് ഇത്രയും 5 വർഷമായി ഞങ്ങൾ ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ല. വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്, വി സ്പീക്ക് ഓൺ വാട്സാപ്പ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് അസോസിയേറ്റ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പം അവർ രണ്ടുപേരും ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പം ഇവരുടെ കണ്ടൻറ്റ് നമ്മൾ വെർച്വലി ഷൂട്ട് ചെയ്ത് നമ്മൾ ഒരാളെ കൊണ്ട് തന്നെ അവർക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ആരെയും കിട്ടുന്നില്ല. അവർ തന്നെ ഷൂട്ട് ചെയ്ത്, അവർ തന്നെ ഡബ് ചെയ്ത് ആ കണ്ടൻറ്റ് എനിക്ക് തന്ന്, ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു, അതനുസരിച്ച് ഷൂട്ട് ചെയ്തു. ദെൻ ഐ എഡിറ്റഡ് ദ കോണ്ടൻറ്റ് ആൻഡ് ദാറ്റ്സ് ഹൗ വി റിലീസ് ദാറ്റ് കോണ്ടൻറ്റ്. അത് പക്ഷേ ഏകദേശം ഒരു 7 lakhs-ഓളം വ്യൂസ് അന്ന് ഓട്ടോമാറ്റിക്കലി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയത്. സോ സോഷ്യൽ മീഡിയ വാസ് ടേക്കിംഗ് ഓവർ ആൻഡ് പീപ്പിൾ ഐ തിങ്ക് കോവിഡ് വാസ് വൺ എപ്പിസോഡ് വെർ പീപ്പിൾ ഗോട്ട് ഗ്ലൂഡ് ടു സോഷ്യൽ മീഡിയ സോ മച്ച്. കാരണം ആ ഒരു 2.5-3 മാസം നമ്മൾ ഇത് തന്നെയായിരുന്നു. യു ആർ കൺസ്യൂമിങ് ഡിജിറ്റൽ കോണ്ടൻറ്റ് ടു സം ഹ്യൂജ് എക്സ്റ്റെൻറ്റ്. സോ നമ്മുടെ എൻ്റെ റിവ്യൂയിങ് കൾച്ചർ മാറിയൊരു എപ്പിസോഡായിട്ടാണ് കോവിഡിനെ നമുക്ക് പറയാൻ പറ്റുന്നത്. ബട്ട് വാട്ട് വി ഡിഡ് അറ്റ് Shrevey was we adapted to the new challenges, because we have to continue. The creativity cannot be in one format or this format. It can come at whatever challenges it be.
ആ രീതിയിൽ വെർച്വൽ ഫിലിം മേക്കിങ്ങിലോട്ട് ഞങ്ങൾ വെഞ്ചർ ഔട്ട് ചെയ്തത് ഈ ഒരു കോവിഡ് ടൈമിലായിരുന്നു. So, Parthan, the new path that Trivia took, of course, നമുക്ക് പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പാത്ത് വേ. അതിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ക്ലയൻറ്റ് കേസ് സ്റ്റഡീസോ ഇനി ക്യാമ്പയിൻ സ്റ്റോറീസ് ഉണ്ടോ ദാറ്റ് യു തിങ്ക് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്? ഈ പറഞ്ഞ പോലെ പോസ്റ്റ് കോവിഡ് ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓക്കെ വെർച്വൽ ഫിലിം മേക്കിംഗ് ഡെഫിനറ്റ്ലി വാസ് വൺ എപ്പിസോഡ്. ഈ പറഞ്ഞ പോലെ ഷൂട്ട്സ് പോസിബിൾ അല്ലാത്തൊരു കാലത്ത് യൂസിങ് സൂം ഓർ യൂസിങ് വാട്സപ്പ് വീഡിയോ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻസൈറ്റ് കിട്ടിയ ഒരു സമയമായിരുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് പോസ്റ്റ് കോവിഡ് നമ്മുടെ ഒരു എൻറ്റയർ ഫോക്കസ് സ്റ്റാർട്ടഡ് ഷിഫ്റ്റിംഗ് ടു ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ്. അപ്പം ഞാൻ ഇപ്പം ആക്ച്വലി ദിസ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ റൈറ്റ് നോ, ലൈക്ക് ടുഡേ ഇൻ ദിസ് വേൾഡ് വെർ ദർ ആർ സോ മെനി ഫോംസ് ഓഫ് കോണ്ടന്റ് ബീങ് ത്രോൺ അറ്റ് us, ഇറ്റ് ഡസൻറ്റ് സ്റ്റേ വിത്ത് us. അത് നമ്മുടെ കുഴപ്പമില്ല. സോ ഇത്രയും കണ്ടൻറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊന്നും റിട്ടൈൻ ചെയ്യാൻ, നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇന്ന് ഗൂഗിൾ പറയുന്നത് ഒരു ആവറേജ് ഇൻ്റർനെറ്റ് യൂസർ എൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 5 to 6 seconds ആണ്. സോ 6 സെക്കൻഡ് മാക്സിമം എന്നാണ് പറയുന്നത്. 6 സെക്കൻഡിനകത്ത് നമുക്ക് ആ ആളുടെ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ അയാൾ അടുത്ത കണ്ടൻറ്റിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് ഈ ഒരു വെർട്ടിക്കൽ സ്ക്രോളിംഗ് ആണല്ലോ ഇന്നത്തെ ഒരു ഇത്. സോ അതിനകത്ത് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക, ആ ഹുക്കിംഗ് കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പം മിക്ക ബ്രാൻഡ്സും ഫോക്കസ് ചെയ്യുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ദാറ്റ്സ് ദ ഓർഡർ ഓഫ് ദ ഡേ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിക്കകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഇമോഷൻ ആസ്പെക്റ്റാണ്. പണ്ടൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ദൂരദർശൻ കണ്ടു തുടങ്ങിയ സമയത്തൊക്കെ വാഷിംഗ് പൗഡർ നിർമ്മയുടെ പരസ്യമാണെങ്കിലോ ബീക്കോ ടെർമറിക്കിൻ്റെ പരസ്യമാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം മലയാളത്തിൽ ആഡ്സ് വന്ന് തുടങ്ങിയ സമയത്താണ് ഈ മിസ്റ്റർ ബട്ട്ലർ സോഡ മിക്കറിൻ്റെയും മനോരമ കലണ്ടറിൻ്റെയും പോപ്പി കൊടയുടെയും അതുപോലെ മറ്റേ അറിയാമല്ലോ നമ്മുടെ പഴയ ഒരുപാട് ആഡ്സ് നമുക്ക് വളരെ ജയലക്ഷ്മിയുടെ പരസ്യം, ഇതൊക്കെ നമ്മൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഇമോഷണൽ കണക്റ്റാണ്. ഇന്നും ജയലക്ഷ്മിയുടെ ആഡ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പം നമ്മൾ അല്ലെങ്കിൽ മറ്റേ പെണ്ണായാൽ പൊന്ന് വേണം എന്നുള്ള ഭീമയുടെ ജിംഗിൾ കേൾക്കുമ്പം ഇറ്റ് ടേക്സ് us ബാക്ക് ടു അവർ ചൈൽഡ്ഹുഡ്. ഇറ്റ്സ് ബീൻ വിത്ത് us ഫോർ സോ ലോങ്. സോ ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഇന്ന് ബ്രാൻഡ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രഗിൾ ഉണ്ട്. ദോ ബ്രാൻഡ്സ് വോണ്ട് ടു, ഈ അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തൊരു ഓഡിയൻസിന് ഇപ്പം അന്ന് നമ്മൾ പോലും ഇപ്പം പറയുന്ന ജിങ്കിളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇന്ന് നമ്മളൊരു ജിങ്കിൾ കേൾക്കാൻ ഇരുന്ന് കൊടുക്കാറില്ല. അതിനുള്ള ക്ഷമ നമുക്കില്ല. നമ്മുടെ പേഷ്യൻസ് സ്കെയിലും ഒക്കെ മാറി, അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻറ്റയർ റൂട്ടീൻ മാറിപ്പോയി. സോ വെൻ അവർ നെക്സ്റ്റ് ജനറേഷൻ കംസ് ഇൻ, അവരുടെ ബേസ് ലൈൻ അറ്റൻഷൻ സ്പാൻ ഇതാണ്. സോ ഇതിൻ്റെ താഴോട്ട് ഇനി പോകാൻ വഴിയുള്ളൂ, വിച്ച് ഇസ് എ വെരി അലാമിങ് തിങ് ഇൻ ഇറ്റ് സെൽഫ്. ബട്ട് ദെൻ ദാറ്റ്സ് ദ റിയാലിറ്റി. അപ്പം ഈ ഒരു ഓഡിയൻസിനെ നമ്മൾ എങ്ങനെ ഹുക്ക് ചെയ്യും എന്നുള്ളത് മാത്രമാണ് ബ്രാൻഡ്സിൻ്റെ ഒരു ഫോക്കസ്. അതിപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ് ഏത് കാറ്റഗറി ഉള്ള ബ്രാൻഡാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ their only focus is how to grab that person within that 5 seconds. So what loses out there is the storytelling part or the emotional aspect. So this is where I think willfully നമ്മളൊരു എഫേർട്ട് ഇടുന്നത് ആസ് എ brand consultant and a storyteller, I want to bring back the emotion. Because end of the day, we are humans and we are wired to we are sensitized to we are very sensitive to emotion. ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന കഥകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ലിങ്കർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമോഷനെ ട്വീക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് സ്റ്റേസ് വിത്ത് us. സോ ആ ഒരു ആസ്പെക്റ്റിലുള്ള സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലോട്ടുള്ള സ്റ്റോറീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിപ്പോൾ ഡിജിറ്റൽ മീഡിയയിലാണെങ്കിൽ വെർട്ടിക്കൽ സ്ക്രീനിലുള്ള അറ്റൻഷൻ കുറവുള്ള റീൽ കോണ്ടന്റ് ആണെങ്കിൽ തന്നെ ബ്രിങ് ഇൻ എൻ ഇമോഷൻ. ആ ഇമോഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ആവശ്യമുള്ള സമയവും മിനിമം ആവശ്യമുള്ള റിസോഴ്സും വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. മേക്ക് ഷുവർ ദാറ്റ് ദ കണ്ടന്റ് ഹാസ് എൻ ഇമോഷണൽ കോർ എന്നുള്ളതാണ് ശ്രവ്യയുടെ, അല്ലെങ്കിൽ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴത്തെ ന്യൂ ഏജ് ശ്രവ്യയിൽ ഞങ്ങൾ എടുക്കുന്നൊരു പാത്ത് അതാണ്. അതിനെ വെച്ച് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഞങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ബട്ട് വൺ തിങ് ഒരു 2 കേസസ് ഞാൻ പറയാം. വൺ കേസ് ഇസ് ദ കേസ് ഓഫ് ദിസ് ബ്രാൻഡ് കോൾഡ് അറ്റ്ലസ് ഇൻറ്റീരിയേഴ്സ്, വിച്ച് ഇസ് എ വെരി റീസെൻറ്റ് പ്രോജക്റ്റ്. സോ അറ്റ്ലസ് വെൻ ദ ക്ലയൻറ്റ് മെറ്റ് മീ, അവരൊരു 25 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ളൊരു ലീഡറാണ്. ദേ ഹവ് ഡെലിവേർഡ് മോർ ദാൻ 10,000 projects. So very established in their market. They're based in South Kerala. But now they are scaling to all Kerala. അപ്പോൾ അവർക്കൊരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഓൾസോ വാണ്ട് എ കണ്ടന്റ് വെയർ ദ സെലിബ്രിറ്റി ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ ബ്രാൻഡ്. അപ്പോൾ ഇറ്റ് വാസ് മൈ സജഷൻ. ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ആ ഒരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് മാത്രമാക്കാതെ ലെറ്റ്സ് ബ്രിങ് ഇൻ ദ ഇമോഷൻ. ആൻഡ് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചപ്പോഴാണ് നമ്മൾ ആ ഡിസ്കഷനിൽ വന്നതാണ്, ലെറ്റ് ദ സെലിബ്രിറ്റി ബി എൻ ആക്ടർ ഇൻ ദ കോണ്ടന്റ്. കണ്ടന്റിൻ്റെ മേജർ പാർട്ട് അല്ലെങ്കിൽ ലാർജർ ആസ്പെക്റ്റിൽ ദി ആക്ടർ വിൽ നോട്ട് കം ഓൺ സ്ക്രീൻ ആൻഡ് ഗീവ് എ ലോങ് മെസ്സേജ്, but he will be part of the entire content. He'll be part of the ecosystem. He'll be part of the narrative. And then we can have a separate
പാർട്ട് വെയർ ഹീ സ്പീക്സ് അബൌട്ട് ദ ബ്രാൻഡ്. പക്ഷേ നമ്മളായിപ്പോൾ വി മേഡ് എ മാസ്റ്റർ ആഡ് വിത്ത് അറൗണ്ട് 90 സെക്കൻഡ്സ്. ആ 90 സെക്കൻഡ് ആഡിൻ്റെ 85 സെക്കൻഡ്സും നറേഷനാണ്, അല്ലെങ്കിൽ നറേറ്റീവാണ്, കോണ്ടൻറ്റാണ്. ലാസ്റ്റ് 5 സെക്കൻഡ്സ് മാത്രമാണ് ഒരു മെസ്സേജ് ഫോർമാറ്റിൽ ഈ വ്യക്തി സംസാരിക്കുന്നത്. അവിടെ മാത്രമാണ് ഹീ കംസ് ഔട്ട് ആസ് ഹിംസെൽഫ്, ആസ് ദി ആക്ടർ. So we made the content again vertically ആണ് ഞങ്ങൾ ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. വി ഡിഡ് ബോത്ത്. ഫോർ തിയേറ്റേഴ്സ് വി ഷോട്ട് ഇറ്റ് ഹൊറിസോണ്ടലി. ബട്ട് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫോണിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ് ഇതിലെ TG നമുക്ക് അറിയാവുന്നതുകൊണ്ട്, ഇതേ ഇൻ്റർനെറ്റ് കൺസ്യൂമിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൺസ്യൂമിങ് ഓഡിയൻസിന് ഞങ്ങൾ 90 സെക്കൻഡിൻ്റെ ഒരു വെർട്ടിക്കൽ കണ്ടൻറ്റായിട്ടാണ് ഈ ആഡ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും റിലീസ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ റിലീസ് ചെയ്തു, അഗൈൻ അതിൻ്റെ ആഡ് ക്യാമ്പയിൻ സപ്പോർട്ട് ചെയ്തു. പക്ഷേ യൂട്യൂബിൽ വി പർപ്പസ്ഫുള്ളി ഡിഡ് നോട്ട് റൺ എനി ആഡ്സ്. വി വാണ്ടഡ് ടു സീ വെദർ ദ കണ്ടന്റ് ടേക്സ് ഓഫ് ഇറ്റ് സെൽഫ്. പക്ഷേ സർപ്രൈസിംഗ്ലി ആഡ് റിലീസ് ചെയ്തു. ഒരു വിത്തിൻ 3 days യൂട്യൂബിൽ ഷോർട്സ് ആഡ് ഇറ്റ് ഹിറ്റ് 1 million. ഒരു ആഡും പുഷും ഒന്നുമില്ല. ഓർഗാനിക്കലി ദ കണ്ടന്റ് ടുക്ക് ഇറ്റ്സ് റൂട്ട്. ആൻഡ് ഇപ്പം ഏകദേശം ഐ തിങ്ക് ഒരു 1 month ആയുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ക്രോസ് 3.3 million വിത്തൗട്ട് എനി പ്രൊമോഷണൽ സപ്പോർട്ട് ഓർ എനി പുഷിങ് ഓർ പെർഫോമൻസ് മാർക്കറ്റിംഗ്. സോ അതാ പറയുക, കണ്ടന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടന്റിൻ്റെ ഇമോഷണൽ കോറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ, the brands still will benefit from that. People will still remember those ads. കാരണം ഈ ആഡിൻ്റെ താഴെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്കിതിൻ്റെ കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏകദേശം ഒരു 100 കമൻറ്റ് അടുപ്പിച്ചെന്തോ ഉണ്ട്. പക്ഷേ അതിലുള്ള ഏതൊക്കെയോ സാധാരണക്കാരെ, എനിക്കും അറിയില്ല അവരെ, ബ്രാൻഡിനും അറിയില്ല അവരെ, കോമൺ പീപ്പിൾ, ദ ജസ്റ്റ് കം ആൻഡ് കമൻറ്റഡ്, എന്ത് നല്ല പരസ്യം പോലെ തോന്നുന്നില്ല, ഒരു സിനിമ കണ്ട ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള അവരുടെ കമൻറ്റാണ്. സോ വിച്ച് ഷോസ് ദാറ്റ് ദേ എൻജോയ് ദാറ്റ് കോണ്ടൻറ്റ്. ആഡാണെന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വരെ മാറി നിന്ന് അവരത് കൺസ്യൂം ചെയ്തു. ആൻഡ് എത്രയോ ഓർഗാനിക് ഷെയർസ് പോലും അതിൽ കിടപ്പുണ്ട്. സോ ദിസ് ഷോസ് ദാറ്റ് ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ the emotional aspect for any brand for that matter, if you are ready to invest in the emotional aspect, ഈ പറയുന്ന മെട്രിക്സസ് ഒന്നും പിന്നെ നോക്കത്തില്ല. നമുക്ക് ഈ പറഞ്ഞ ഹുക്കിംഗ് എലമെൻറ്റും മറ്റേ ChatGPT ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു സ്ട്രാറ്റജി ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇഫ് യു ആർ സേഫ് വിത്ത് ദ ഇമോഷൻ, then definitely people are going to take it up and people are going to share it themselves organically. ഇതിൻ്റെ ഒരു സെക്കൻഡ് എക്സാമ്പിൾ ആയിരുന്നു മൈൻഡ് പോർട്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജി വെൽനെസ് സെൻ്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്. സോ ഫോർ വേൾഡ് അൽഷൈമേഴ്സ് ഡേ ഇൻ 2023 they had approached us for ഇതേപോലൊരു കോണ്ടന്റ്. So what we did was a 5-minute short film actually. പ്രോപ്പർ ഷോർട്ട് ഫിലിം, നമ്മൾ 5 മിനിറ്റോളം വരുന്നൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. അതിൻ്റെ ഒരിടത്തും ബ്രാൻഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇറ്റ് വാസ് എ പ്യുവർ ഷോർട്ട് ഫിലിം അബൌട്ട് എ സൺ ആൻഡ് എ ഫാദർ. ഇതേപോലെ ഒരു സൺ ആൻഡ് ഫാദർ എന്നുള്ള ലാസ്റ്റ് റെവലേഷനാണ്. അതിൻ്റെ കണ്ടൻറ്റ് നറേറ്റീവ് ഇങ്ങനെയാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു ബസ് സ്റ്റോപ്പിലിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു കാറിൽ കയറാൻ നേരത്ത്, മോനെ ഇന്ന പേയാട്ടിലോട്ടുള്ള ബസ് പോയോ എന്ന് ചോദിക്കും. പോയല്ലോ, എന്ത് പറ്റി? എൻ്റെ വീട് അവിടെ, എനിക്ക് വീട്ടിൽ പോകണം, എന്നാൽ ഞാൻ കൊണ്ടാക്കാം സാറെന്നും പറഞ്ഞ് ഈ മനുഷ്യനെ കൊണ്ട് വീട്ടിൽ പോവാം. വീട്ടിൽ പോകുന്ന വഴിക്ക് പറയും, ഞാൻ മോനെ വിളിക്കാൻ വന്നതാണ്, മോൻ 4Cയിലാണ്, അവന് ഭയങ്കര ഡ്രോയിങ് ഇഷ്ടമാണ്, അപ്പോൾ പഠിക്കത്തില്ല, അവന് രാവിലെ ഹോംവർക്ക് മുഴുവൻ കുത്തി വരച്ച് വെച്ചേക്കുന്നു, ഞാൻ അടി കൊടുത്തു, ഭയങ്കര കരച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ അവന് ട്രയോൺസ് മേടിച്ച് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അങ്ങനെ നേരെ വീട്ടിൽ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഒരു പോയിന്റിൽ പുള്ളിക്ക് വഴി അറിയില്ല. പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളം ആ സൈഡിലാന്ന് പറഞ്ഞ് അങ്ങനെ കുളത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വിടും. ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞ് പോയി കഴിയുമ്പം ഈ മനുഷ്യൻ വീടിനകത്തോട് കയറി പോകുന്നു. ഈ കൊണ്ടാക്കിയ പയ്യൻ ആ വീടിൻ്റെ പോർച്ചിലോട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവൻ തന്നെ കയറുകയാണ്. അപ്പോഴാണ് റിവീൽ ചെയ്യുന്നത് ഇത് ഫാദർ സണ്ണാണെന്നുള്ളത്. അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ എവിടെയാന്ന്, ഇന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇന്ന് സ്കൂളിൻ്റെ പുറത്തുനിന്ന് കിട്ടി. ഇന്ന് നീ ഏത് ക്ലാസ്സിലായിരുന്നു? ഞാൻ ഇന്ന് 4Cയിലായിരുന്നു എന്ന് പറയും. ഇറ്റ് ഷോസ് ഹൗ ആൽഷൈമേഴ്സ് എഫക്ട്സ് പീപ്പിൾ. സോ ഇതൊരു ജസ്റ്റ് ഇതിൻ്റെ എൻഡിലാണ് ഞങ്ങൾ ആസ് എ എന്താ പറയുക ഓൺ ദി ഒക്കേഷൻ ഓഫ് ആൽഷൈമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൈൻഡ് പോർട്ടിൻ്റെ ഒരു കാർഡ് കാണിക്കുന്നത് എൻഡിലാണ്. ബട്ട് ദെൻ ഈ കണ്ടൻറ്റ് അതിൻ്റെ വൈറാലിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഏകദേശം ഒരു 3 ദിവസം കൊണ്ടൊരു 5+ lakhs വ്യൂസ് കിട്ടി. ഇതാരൊക്കെയോ ഡൗൺലോഡ് ചെയ്തു, യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമല്ലോ. ഡൗൺലോഡ് ചെയ്തിട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അറൗണ്ട് ഇൻ സർക്കിൾസ് അറൗണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ്സ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അമ്മയുടെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് വന്നിട്ട് അമ്മ എനിക്ക് അയച്ചു തരിക, മോനെ നല്ലൊരു ഷോർട്ട് ഫിലിം നീ കാണുന്നു. അമ്മ ഷോർട്ട് ഫിലിം അല്ലേ ഇത് പരസ്യം ചെയ്ത് നമ്മൾ ശ്രവ്യ ചെയ്ത കണ്ടൻറ്റാണെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അമ്മയും ഭയങ്കര നിൽക്കുക. അപ്പം ദിസ് ഇസ് ഹൗ വാട്ട് ഹാപ്പൻസ് വെൻ യു ഇൻവെസ്റ്റ് ഇൻ ഇമോഷണൽ കോണ്ടൻറ്റ്. People are going to take it up, people will relate to it and people will share. That is the best form advertising you can ever do.
Right. I do remember, like, പറഞ്ഞിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് യെസ് ഐ ഹാവ് സീൻ, ലൈക്ക് അതെ അതെ പറഞ്ഞു തന്നെ ഷെയർ ചെയ്തിരുന്നു. അല്ലാതെ അതെ തന്നെ എന്താ പറയുക, ഒരു ഓൾഡ് വേർഡ് ചാമും ഈ പുതിയ കാലത്തിന്റെ കഥകളും എല്ലാം ചേർത്ത്, ആൻഡ് ഓൾസോ എക്സലന്റ് കാസ്റ്റിംഗ്. നമുക്കത് കണ്ടിരിക്കുമ്പോൾ തന്നെ വി കെൻ ഫീൽ ദാറ്റ് ആ ഒരു ഫീൽ. കറക്റ്റ് ആൻഡ് such an amazing actor you cast in that അതെ one, I അതെ have to അതെ say that. And the second one, right now when you told, apparently ഞാൻ ഓർക്കുന്നത്, I have also seen this thing. I didn't കണ്ടിട്ടുണ്ട് know that you are the maker of it. അതെ Sorry അതെ about അതെ that. പക്ഷെ യെസ്, ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്ന കറക്റ്റ് സീൻസും അതെ ആ ഒരു സ്റ്റോറി ലൈനും വണ്ടർഫുൾ. ഓഫ് കോഴ്സ്, താങ്ക് again യു excellent storytelling at താങ്ക്സ് play. സോ പാത്തൻ, സ്റ്റെബിയുടെ വർക്ക്സ് എടുക്കുകയാണെങ്കിൽ കണ്ടംപററി ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം കൾച്ചറലി ഭയങ്കര റൂട്ടഡ് ആണ്. ഇതിൽ എന്തോരം കംസ് ഇൻ പ്ലേ ഫ്രം യുവർ ലെഗസി ആൻഡ് ഹൗ മച്ച് കംസ് ഇൻ ഫ്രം ദ റീഇൻവെൻഷൻ ദാറ്റ് യു ഹാവ് ഡൺ യുവർ സെൽഫ്? ഓക്കെ. ഒരു ദർസ് നോ ലൈക്ക് ഒരു ഫോർമുല ഒരു പെർസെൻറ്റേജ് എനിക്കറിയില്ല. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി ഐ ആം സമ്മൺ ഹൂസ് വെരി മച്ച് എന്താ പറയുക റൂട്ടഡ് ഇൻ മൈ ഹെറിറ്റേജ്. ദാറ്റ് ഇസ് ബിക്കോസ് റെബിയയുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെഗസി തന്നെയാണ്. ബിക്കോസ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ 4 decades ഒക്കെ ഒരു എൻറ്റിറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മേജർ. ഇപ്പം കൊക്കക്കോള 100 വർഷം ഇരുന്നു, അല്ലെങ്കിൽ മനോരമ 150 വർഷമായി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത്രയും ലോഞ്ചിവിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രി അല്ല. ആൻഡ് ദെൻ ആസ് ദി സെക്കൻഡ് പാർട്ട് ഇസ് along comes the reason for the longevity is the innovation. So we are here still today talking about this because at some point my father was keen on reinventing his techniques. He was prudent enough to groom his son into the business when it was very early, even very early for him. As in എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ടൊരു ആഡ് ഫിലിം അഭിനയിച്ചത് 95-ലാണ്. അത് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറയാം. ഐ വാസ് ഇൻ അവെയർ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അച്ഛനോടൊരു വർക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്തത് 2002-ലാണ്, വെൻ ഐ ഫിനിഷ് മൈ 10th ബോർഡ് എക്സാംസ്. ബോർഡ് എക്സാംസ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 3-4 മാസം നമുക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ എറണാകുളത്തൊരു ഷൂട്ടിന്, ആലപ്പുഴ ഷൂട്ടിന് പോവാണ് പുള്ളി. അപ്പോൾ തലേദിവസം അടുത്ത് പറഞ്ഞു, നാളെ ആലപ്പുഴയാണ് ഷൂട്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചാൽ പോവാം, എന്തായാലും പണിയൊന്നുമില്ല, പോവാം. അപ്പോൾ പറഞ്ഞു ശരി, പക്ഷേ ചുമ്മാ മറ്റേ പ്ലഷർ ട്രിപ്പല്ല, വർക്ക് ചെയ്യേണ്ടി വരും, എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അച്ഛനോട് ചാടി കയറി പോയത്. അത് മലയാള മനോരമയ്ക്ക് വേണ്ടിയുള്ളൊരു ക്യാമ്പയിനായിരുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴ ചെന്നു. ആലപ്പുഴ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ആലപ്പുഴയല്ല, എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു ഫിലിം ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഈ ആഡ് ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നത്. ആൻഡ് അന്ന് ആക്ച്വലി അവിടെ പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ ഡയറക്ടർ ഫാസിൽ സാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൂവിയുടെ കഥ അദ്ദേഹം മനോരമ വീക്ക്ലിയിൽ എപ്പിസോഡ്സായിട്ട് എഴുതുന്നുണ്ട്. അതാണ് മനോരമയും അദ്ദേഹം തമ്മിലുള്ള അസോസിയേഷൻ. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പുള്ളി റിവീൽ ചെയ്യില്ല. ക്ലൈമാക്സ് എന്നിട്ട് ജനങ്ങൾക്ക് ഇതെങ്ങനെ തീരും എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. അതൊരു കോൺടെസ്റ്റാണ്. ആ ഗെയിമിൽ പീപ്പിൾ ക്യാൻ റൈറ്റ് ഇൻ ദെയർ എൻട്രീസ്. ദ റൈറ്റ് വൺ, കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ക്ലൈമാക്സ് റിവീൽ ഗസ് ചെയ്യുന്ന റൈറ്ററിന്, ആൾക്ക് ഒരു പ്രൈസ്. ഇതാണ് ആ ഗെയിമിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഷൂട്ട് ഓൾറെഡി നടക്കുന്ന പടമാണ്. ഷൂട്ട് 3 മാസം കഴിഞ്ഞ് പടം റിലീസ് ആകത്തുള്ളൂ. അപ്പോൾ ആ പടത്തിൻ്റെ സെറ്റ് വെച്ച് ഫാസിൽ സാർ ക്യാമറയൊക്കെ ഡയറക്ടേഴ്സ് ചെയറിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു കോണ്ടൻറ്റാണ്. അപ്പം അങ്ങനെ ചെന്നു. എറണാകുളത്തിനടുത്ത് കാക്കനാട് ഹിൽ വ്യൂ എന്ന് പറഞ്ഞൊരു വീടുണ്ട്, ഭയങ്കര ഫേമസ്, മിക്ക മലയാള സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണ്. ഹിൽ വ്യൂലാണ് ഷൂട്ട് നടക്കുന്നത്. ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ എല്ലാം അസംബിൾ ചെയ്തു. അപ്പോൾ അവരുടെ ഫിലിം ക്രൂ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫിലിമിങ്ങിൻ്റെ ഫിലിം ഇൻസൈഡ് ഫിലിം പോലെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തു. അപ്പം ആർട്ടിസ്റ്റ് പുള്ളിയാണ് അഭിനയിക്കുന്നത്, പുള്ളിയാണ് ആക്ടർ, പടത്തിൻ്റെ ആക്ടർ വന്നു. കുറച്ച് കഴിഞ്ഞ പേരിൽ ഹീറോയിൻ ഒരു കുട്ടി വന്നു, നോർത്ത് ഇന്ത്യൻ്റെ ഒരു ഗേളാണ്. കുറച്ച് കഴിഞ്ഞ് ഹീറോ വന്നു സംസാരിച്ചില്ല. ഹീറോ ഇങ്ങനെ മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുന്നു. ഇതാണ് പടത്തിലെ ഹീറോ, എൻ്റെ മോനാണ് ഷാനു. അപ്പോഴത്തേക്കും ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഈ ഷാനുവാണ് ഇന്ന് നമ്മുടെ നമ്മുടെ ഫാസിലിൻ്റെ ഫസ്റ്റ് മൂവിയുടെ സെറ്റിലാണ് ഞാൻ പോയത്. അപ്പം എന്നെക്കാൾ 3-4 years അദ്ദേഹം എൽഡറാന്ന് തോന്നുന്നു. പക്ഷേ പുള്ളി ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു, ജസ്റ്റ് ചിരിച്ചൊക്കെ നിന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് അവിടെ വെച്ച് നമ്മളെ ഷൂട്ട് ചെയ്ത ആഡ് പിന്നെ ഉടനെ തന്നെ ടെലിവിഷനിൽ വന്നു. അതൊരു വലിയ ഗെയിമായിട്ട് മാറി. കേരളത്തിൽ വലിയ ക്യാമ്പയിൻ ആയിരുന്നു. ഈ പടത്തിൽ ഇതാണ് ഞാൻ ആദ്യമായി അസിസ്റ്റ് ചെയ്ത വർക്ക്. സോ വളരെ ഏർലി ഇൻ മൈ ലൈഫ്, ഞാൻ 10th കഴിഞ്ഞത് 16 years ഹാർഡ്ലി ഉള്ള സമയം മുതലേ എന്നെ ഇതിലോട്ട് ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് അദ്ദേഹം ഒരു വിൽഫുൾ എഫേർട്ട് എൻ്റെ ഫാദർ ചെയ്തു. വിച്ച് ടുഡേ ഗീവ്സ് മീ ദ എഡ്ജ് ദാറ്റ് ഐ നോ എൻ്റെ കൺവെൻഷണൽ ഏജൻസിയുടെ വർക്ക് ഫ്ലോ എനിക്കറിയാം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ജേർണി പറഞ്ഞ പോലെ ഓരോ ചലഞ്ച് വരുമ്പോഴും നമ്മളതിൻ്റെ അടുത്ത സംഭവം എന്താണ്, അല്ലെങ്കിൽ അടുത്ത
വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ്, വാട്ട് റെവല്യൂഷൻ ഇസ് കമ്മിങ് നെക്സ്റ്റ് എന്നുള്ളത് പഠിക്കാനും, ഈവൻ കോവിഡ് ടൈമിൽ പോലും നമ്മൾ അപ്പം തന്നെ ഇംപ്രവൈസ് ചെയ്ത് വെർച്വൽ ഫിലിം മേക്കിംഗ് ചെയ്യാനും ഒക്കെ നമ്മളൊരു ഓപ്പൺ മൈൻഡ് സെറ്റ് കാണിക്കുന്നുണ്ട്, വിച്ച് ഈസ് വെരി കീ ഫോർ എനി ബിസിനസ് ടു സർവൈവ്. അല്ല നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അപ്പാപ്പൻ ചെയ്തത്, അപ്പം അപ്പൻ അത് ചെയ്തു, ഞാനത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സമയം കഴിയുമ്പോൾ അത് ഇല്ലാതാവും. ബട്ട് വി ആർ ഏബിൾ ടു ഇന്നോവേറ്റ് ബിക്കോസ് വി വോണ്ട് ടു ബി അഹെഡ് ഓഫ് ദ ബസ്. ഈവൻ റൈറ്റ് നോ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് പല ഏജൻസീസും പ്രൊഡക്ഷൻ ഹൗസസും ഭയങ്കര റിലക്റ്റൻ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് അവർ പറയുന്നത് വെച്ചാൽ കൺവെൻഷണൽ ഫിലിം മേക്കിങ്ങിൻ്റെ ചാമില്ല, ലുക്സ് ആർട്ടിഫിഷ്യൽ, ഡസൻ ലുക്ക് റിയൽ എന്ന് പറയുന്ന ഒരുപാട് റിലക്റ്റൻസ് കാണിക്കുന്നത്. ദേ ഡോണ്ട് പുഷ് ഇറ്റ്. ബട്ട് ആസ് എ ഏജൻസി വി ആർ ഓൾ ഫോർ AI ഓർ നോട്ട്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറലവൻ്റ് ആണ്. ബിക്കോസ് ഫോർമാറ്റ്സ് ഇപ്പം നമ്മൾ പണ്ട് 1931 ബാലൻ ഷൂട്ട് ചെയ്ത ക്യാമറയിലല്ലല്ലോ ഇന്ന് മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ മാറി, ലെൻസ് മാറി, ഫിലിം മാറി. ഫിലിം എന്നൊരു സാധനമേ ഇന്നില്ല. വി ആർ ഷൂട്ടിംഗ് ഓൺ ഡിജിറ്റൽ. ആ ഡിജിറ്റലിൻ്റെ തന്നെ ഫോർമാറ്റ് കഴിഞ്ഞൊരു 12-14 വർഷം കൊണ്ട് അത് ഒരുപാട് മാറി. സോ ടെക്നോളജി ഈസ് ദ വൺ തിങ് ദാറ്റ് ആക്ച്വലി ഡ്രൈവ്സ് ഇന്നോവേഷൻ, ആൻഡ് ദാറ്റ് ഇന്നോവേഷൻ വിൽ കം വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. സോ നമ്മൾ അതിനൊരു ഓപ്പൺ മൈൻഡ് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ വി വിൽ ലൂസ് ഔട്ട് ഇൻ ദിസ് റേസ്. സോ അതുകൊണ്ട് തന്നെയാണ് വി ഹാവ് എ ഫുള്ളി ഫ്ലെജ് AI ഫിലിം മേക്കർ ഇൻ മൈ ഓഫീസ്. പക്ഷെ അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ ഫോമാറ്റും അതിൻ്റെ ഫോം എന്ന് പറയും, നമ്മൾ കോണ്ടൻറ്റ് എങ്ങനെയാണ് വരുന്നോട്ടെ, പ്രസൻറ്റിങ് ഫോമും അതിൻ്റെ അകത്ത് ഇമോഷനും വാലിഡ് ആണ്, അല്ലെങ്കിൽ അതിനൊരു കാമ്പുണ്ടാവണം എന്നുള്ളൊരൊറ്റ പോയിന്റിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. സോ കമ്മിങ് ബാക്ക് ടു എ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഓഫ് ലെഗസി, ഹൗ മച്ച് ഓഫ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ സംവെയർ ഇൻ ദ മിഡിൽ. ബിക്കോസ് ഒരു മധ്യവർത്തി ആയിട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് കിട്ടുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ എൻ്റെ ഒരു കോണ്ടൻറ്റ് റിലീസ് ചെയ്തു, അതിനെപ്പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഇമോഷൻ ഇസ് ബ്യൂട്ടിഫുൾ. കാരണം ഒരു ബ്രാൻഡിൻ്റെ ഒരു ജേണിയാണ് ഞങ്ങൾ ക്രോണിക്കിൾ ചെയ്തത്. 15 ഇയേഴ്സാണ് ആ ബ്രാൻഡ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഞങ്ങളൊരു വളരെ ബ്യൂട്ടിഫുൾ ഇമോഷൻ നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എഗെയിൻ ഡിജിറ്റൽ കണ്ടൻ്റ് ആണ്, തിയേറ്ററിക്കൽ വേർഷൻ വരുമായിരിക്കും, ബട്ട് ദ പ്രൈമറി റിലീസ് പ്ലാറ്റ്ഫോം ഇസ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഓർ മെറ്റ, വാട്ട് എവർ യു കോൾ ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ platform doesn't matter. It is purely how you tell the story and with how much of soul you tell the story. So that comes from my legacy. But the innovation part is where I flex the platform, or where I make the content suitable to today's current audience. അല്ലാതെ എനിക്ക് തിയേറ്റർ വേണം, എനിക്ക് മറ്റേ ലെൻസ് വേണം, എന്നാലേ ഞാൻ കഥ പറയുന്ന ഒരു വാശി ഞാൻ ഒരിക്കലും കാണിച്ചിട്ടില്ല. അത് കാണിക്കാതെ മുന്നോട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഫിലോസഫി. Right. And I saw this new ad that released today. ഇത് മറ്റേ മിസ്റ്റർ ബട്ട്ലറിന്റെ ആഡിനകത്ത് കൊച്ചു പ്രാർത്ഥന അച്ഛൻ കൊണ്ട് അഭിനയിപ്പിച്ച പോലെ ഇതിൽ ഞാനൊരു കുഞ്ഞു മുഖം കണ്ടു. അതെ, ലൈഫ് കംസ് ഫുൾ സർക്കിൾ എന്ന് പറയുന്ന പോലെയാണ്. 95-ലാണ് അച്ഛൻ എന്നെ പിടിച്ച് കാസ്റ്റ് ചെയ്തത്. പക്ഷേ അതൊരു ആക്സിഡൻ്റൽ കാസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വാസ് നോട്ട് സപ്പോസ് ടു പാർട്ട് ഓഫ് ഇറ്റ്. ഇത് വളരെ വിൽഫുള്ളി ഞാൻ ചെയ്തതാണ്. ബിക്കോസ് ഈ സാധനം വന്ന സമയത്ത് ആദ്യത്തെ കുട്ടിയുടെ ആ ഒരു അച്ഛനും മകനും, അച്ഛൻ വി ഹാഡ് എ പ്രൊഫഷണൽ ആക്ടർ പ്ലേയിങ് ഇറ്റ്. പക്ഷേ ആ കുട്ടിയുടെ കാസ്റ്റിംഗ് വന്നപ്പോഴേക്കും എൻ്റെ ഈ മകൻ ഹീസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ്, അവൻ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനായിട്ട് പുഷ് ചെയ്തിട്ടേ ഇല്ല. ഐ നെവർ ടോൾഡ് ഹിം ടു ആക്ട് ഓർ എനിത്തിങ്, ബട്ട് ദെൻ ഹി ഈസ് വെരി ഇൻട്രസ്റ്റഡ്. അപ്പം ഞാൻ ഇത്തവണ ഈ സാധനം വന്നപ്പോൾ ഇവൻ്റെ ഒരു പ്രൊഫൈലും ഏജും ഒക്കെ ഭയങ്കര കറക്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങനൊരു സാധനമാണ് നീ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി യെസ് യെസ് ഞാൻ ചേഞ്ച്. ഓക്കെ ഫൈൻ. എനിക്കൊന്ന് ഇന്നത്തെ ഒരു ജനറേഷൻ്റെയാണ്, കിഡ്സ് ആർ വെരി ദേ സേ യെസ്, ദേ പെട്ടെന്ന് അവർ അഗ്രി ചെയ്തു. അങ്ങനെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ വീട്ടുകാരെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ചു എന്ന് ബ്രാൻഡ് വിചാരിക്കാൻ പാടില്ല. അതെ, നെപ്പോട്ടിസം ആണെന്നൊക്കെ നമ്മൾ ഷൂട്ടിനിടയ്ക്കൊക്കെ എല്ലാവരും പറഞ്ഞു, നെപ്പോട്ടിസം. പക്ഷേ എനിക്ക് അവൻ ആ ഫസ്റ്റ് ടേക്ക് തരുന്നത് വരെയും ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. കാരണം ശരിയായില്ലെങ്കിൽ പിന്നെ റീപ്ലേസ്മെൻറ്റ് എങ്ങനെ, അല്ലെങ്കിൽ അഗൈൻ ഹൗ വുഡ് ഹീ ഫീൽ ആസ് എ ഫാദർ. ദാറ്റ് വാസ് ഓൾസോ ഡിസ്റ്റർബ് മീ. അവൻ ഇത്രയും താല്പര്യം നിൽക്കുന്നു, പക്ഷേ നമുക്ക് വേണ്ട ഔട്ട് തന്നില്ലെങ്കിൽ പിന്നെ ആസ് എ ഡയറക്ടർ ഐ ഹാവ് ടു ടേക്ക് എ ടഫ് കോൾ. പക്ഷേ ലക്കിലി ഫോർ ഓൾ ഓഫ് എസ് ഹി ഡെലിവേർഡ് വെരി വെൽ. അവൻ്റെ ഫസ്റ്റ് ടേക്ക് തന്നെ അവൻ കറക്റ്റായിട്ട് ചെയ്തു. അതിനൊരു നാക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു വാസന ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ക്ലയൻറ്റും അത് കണ്ട ഉടനെ പറഞ്ഞു വെച്ചാൽ നല്ല രസമാണ്, അവൻ്റെ ചിരിയൊക്കെ ഭയങ്കര രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. സോ ദേ ആർ ഓൾസോ വെരി അപ്രീഷിയേറ്റീവ് ഓഫ് ദ കോണ്ടന്റ്. സോ ഈ പറഞ്ഞ പോലെ ടുഡേ ഈസ് വൺ ഓഫ് സച്ച് എ മൊമെന്റ്. ഈ പറഞ്ഞ പോലെ ലൈഫ് കംസ് ഫുൾ സർക്കിൾ ഡേ ആണ്. ഇൻഫാക്ട് ഓഫ് സ്ക്രിപ്റ്റ് ഞാൻ വേറൊരു ആഡ് കണ്ടിരുന്നു, അച്ഛനും മോനും കൂടി അഭിനയിച്ച ഒരു ആഡ്. ഹാവ് ടു സേ, അച്ഛൻ ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അഭിനയം ലൈക്ക് ചെയിൻ സ്റ്റോറി മേക്കർ ആണ്. പക്ഷെ മോൻ ബെറ്റർ ആട്ടോ, സോ മച്ച് ബെറ്റർ. ഹീസ് സച്ച് ഒരു പ്രത്യേക ചാമാണ് ടു സീ ഇൻ ദ ക്യാമറ, ആൻഡ് ഐ റിയലി ഹോപ്പ് that we get to see him more, do cast him more. So Parthan, again, when you talk about Shravya, you talk about your journey, എപ്പോഴും വളരെ എന്താ പറയുക ബഹുമാനത്തോടെയും സ്നേഹത്തോടു കൂടിയാണ് പാർത്ഥൻ അച്ഛനെ മെൻഷൻ ചെയ്യാറുള്ളത്.
If he was with you right now, ഇപ്പം പാത്തൻ ചെയ്ത വർക്കിൽ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സിൽ വിച്ച് വൺ വുഡ് ഹി ബി ദ മോസ്റ്റ് പ്രൗഡ് ഓഫ്? അല്ല ഇപ്പോൾ ഈ മോൻ അഭിനയിച്ച ആസ് എ ഗ്രാൻഡ് ഫാദർ മേ ബി അച്ഛന് ഭയങ്കര വർക്കാവുമായിരിക്കും. ബട്ട് ദെൻ കീപ്പിംഗ് ദാറ്റ് ഇമോഷൻ, ആ ഒരു പേഴ്സണൽ കണക്ഷൻ എസൈഡ്, ഐ തിങ്ക് ഞാൻ അഗപ്പെ എന്ന് പറഞ്ഞ ബ്രാൻഡ് വേണ്ടി ചെയ്തൊരു വീഡിയോ ഉണ്ട്. സോ ആക്ച്വലി ഇത് ആണ്, എൻറ്റയർ ആണ്. ദർ വാസ് നോ ഷൂട്ട് ദർ. ബട്ട് ദെൻ ഇറ്റ് വാസ് റിട്ടൺ ഫോർ ഷൂട്ട്. ഞങ്ങൾ ലൈവ് ആക്ഷന് വേണ്ടി എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. പക്ഷേ ഡ്യൂ ടു സർട്ടൺ അവിടെ ഇൻറ്റേർണൽ ഉണ്ടായ കുറേ ഡിലേസും, പിന്നെ ഈ പറഞ്ഞ ഞങ്ങളുടെ സൈഡിൽ നിന്നും ഈ പറയുന്ന പോലെ വി ആർ ഓൾസോ വർക്കിംഗ് ഓൺ ദ റീബ്രാൻഡിങ് പാർട്ട്. അതിലും കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് കൊടുക്കാനൊക്കെ വന്നപ്പോഴേക്കും ആൻഡ് ദ റിലീസ് ഡേറ്റ് ഇസ് ഓൾറെഡി ഫിക്സ്ഡ്. ബിക്കോസ് CM അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിഗ്നറ്ററീസ് വരുന്നൊരു ഫംഗ്ഷനായിരുന്നു. സിയാലിൽ വെച്ച്, കൊച്ചിയിൽ വെച്ചിട്ടൊരു ഭയങ്കര എൻറ്റയർ അഗപ്പെ ഫാമിലിയും ടീമും എല്ലാവരും വരുന്നൊരു മേജർ ഇവൻ്റായിരുന്നു. അവരുടെ എൻറ്റയർ R&D ടീംസ് ഫ്രം ജപ്പാൻ. സോ എൻറ്റയർ ജാപ്പനീസ് ടീമൊക്കെ ദേ വർ ഫ്ലൈയിങ് ഇൻ ഓൺലി ഫോർ ദിസ്. ആൻഡ് ദ എൻറ്റയർ സെയിൽസ് ഫോഴ്സും അറൗണ്ട് ദ കൺട്രി, ഒരു ഹ്യൂജ് ഇവൻ്റ് ആയിരുന്നു. സോ ദ ഇവൻറ്റ് വാസ് ഓൾറെഡി ഫിക്സ്ഡ്. സോ വി വർ റണ്ണിങ് ഓൺ എ ക്ലോക്ക്. അതിന് മുമ്പായിട്ട് തീർക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തു. ആൻഡ് ദെൻ ആണെങ്കിലും ജസ്റ്റ് നമ്മളിപ്പോൾ സാധാരണ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന പോലത്തെ വർക്കോ അല്ല, അങ്ങനത്തെ ടൂൾസോ ഒന്നുമല്ല. ഈ ബ്രോട്ട് ഇൻ അങ്ങനത്തെ എക്സ്ട്രീം ഹെവി ടൂൾസ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ഞങ്ങൾ അതിനകത്ത് ഫീഡ് ചെയ്ത് വോയിസ് ഓവർ എടുത്തു. ഫുൾ ഫ്രെയിംസ്. അത് ചില ഷോർട്സൊക്കെ ആണെങ്കിൽ ഒക്കെ ചില ചലഞ്ചസ് എന്ന് വെച്ചാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. സോ പ്രോംപ്റ്റ് ചെയ്ത് നമ്മൾ വിഷ്വലി ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. സോ ചില സമയത്ത് ഈ എൻജിൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും തരില്ല. അതായത് ഇപ്പം അതിൻ്റെ അകത്തൊരു ഷോട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മഴത്തുള്ളി വന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖത്ത് വീഴും. ഈ കവിളിലാണ് വീഴുന്നത്. വീഴുമ്പം നാച്ചുറലി നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, മുഖത്ത് വെള്ളം വീഴും, നമ്മൾ കണ്ണടയ്ക്കുമ്പോഴേക്കും ഈ തുള്ളി വന്ന് ഇവളുടെ കവിളിൽ വീണിങ്ങനെ ചെതറണം. അപ്പം വെള്ളം വീഴുമ്പം ആക്ച്വലി ആദ്യത്തെ കുറേ പ്രോംപ്റ്റിൽ വെള്ളം കവിളിലല്ല വീഴുന്നു, മൂക്കിൽ വീഴുന്നു, നെറ്റിയിൽ വീഴുന്നു, കണ്ണിൻ്റെ അകത്ത് വീഴുന്നു. അവസാനം ഞാൻ ഇതൊന്നുമല്ല, അങ്ങനെ പ്രോംപ്റ്റ് അവസാനം കറക്റ്റ് കവിളി വീണുമ്പോൾ കണ്ണടയുമ്പോൾ മൂക്കിലാണ് വീഴുന്നത്. അങ്ങനെ ഒരു 28-29 തവണ ഞങ്ങൾ പ്രോംപ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല. അവസാനം ഫൈനലി വി ഗോട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ആയിരുന്നു എൻ്റെ മേക്കിങ്ങിൽ. അത് കഴിഞ്ഞ് എൻ്റെ മ്യൂസിക് വാസ് ഓൾഗെയിൻ ഫുള്ളി കമ്പോസ്. ഞങ്ങൾ ജസ്റ്റ് ലൈക്ക് ഫിലിം സ്കോർ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ സ്കോർ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ 4K ഫയൽ വാസ് ലൈക്ക് 9 GB എങ്ങാണ്ടായിരുന്നു ഈ ഫയൽ. സോ വി ഹാഡ് ടു ട്രാൻസ്പോർട്ട് ഇറ്റ് ഫിസിക്കലി. ഗൂഗിൾ ഡ്രൈവിലേക്ക് കൊടുത്താലൊന്നും അത് ഡൗൺലോഡ് ആവത്തില്ല. സോ 9-10 GB ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫയൽ ഞങ്ങൾ ഫിസിക്കലി തന്നെ ഈ ഇവൻറ്റ് നടക്കുന്ന അവിടെ ട്രാൻസ്പോർട്ട് ചെയ്തു. ലോ റെസൊല്യൂഷൻ വേർഷൻ ഞങ്ങൾ മുമ്പ് പ്രിവ്യൂവിന് ക്ലയൻറ്റിന് കൊടുത്തു. ക്ലയൻറ്റ് എഡിറ്റേഴ്സ് പറഞ്ഞു ആ ലോ റെസൊല്യൂഷൻ ഞങ്ങൾ അപ്രൂവൽ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഫയൽ ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞാൻ പോലും കണ്ടിട്ടില്ല. സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തു, നേരെ ബൈ ക്യാബ് ഞങ്ങൾ നേരെ എറണാകുളത്ത് തന്നെയായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ. അവിടെ നിന്ന് തന്നെ നേരെ ഞങ്ങൾ ഈ സിയാലിൽ എത്തിച്ചു. ഞാനിവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ അവിടെ ചെന്നു. എന്നിട്ട് ഇവൻറ്റിന് എത്തി. അപ്പോൾ ഇവൻറ്റിൻ്റെ ആ ഫ്ലോയ്ക്കകത്ത് അവർ ഒരു പൊർട്ടിക്കുലർ പോയിൻ്റ് എത്തിയപ്പോഴേക്കും ഇതിൻ്റെ ഈ ഗ്രാൻഡ് റിവീൽ വന്നു. അപ്പം ഏകദേശം ഒരു 3000 പീപ്പിൾ അവിടെ ഇന്ന് ഉണ്ട് ആ ഫംഗ്ഷൻ്റെ അകത്ത്, ഇവൻറ്റ് ഹാളിനകത്തുണ്ട്. ഇപ്പോൾ ലൈറ്റ്സ് എല്ലാം ഡിം ചെയ്തു. ഭയങ്കര ഒരു തിയേറ്ററിക്കൽ രീതിയിലാണ് ഇവരതിനെ റിവീൽ ചെയ്തത്. ആൻഡ് ഐ വാസ് ഓൾസോ സിറ്റിംഗ് ദർ അലോങ് വിത്ത് ദി മാനേജ്മെൻറ്റ് അടുത്തിരുന്നു. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് അത് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. ബിഗ് സ്ക്രീനിൽ സിനിമയുടെ അത്രയും വലുതായിട്ട് 4Kയിലാണ് ഞങ്ങളിത് ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരം ഞാനിങ്ങനെ ഫയൽ ഒന്നും പറ്റില്ലേ കറക്റ്റായിട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഏകദേശം ഒരു മൂവിയുടെ ഫയലിൻ്റെ അത്ര സൈസുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് സാധനം പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇപ്പം ഈവൻ ഐ വാസ് ഇമ്മേഴ്സ് ഇൻ ദ കണ്ടൻറ്റ്. ഞാൻ ചെയ്ത കണ്ടൻറ്റ് തന്നെ ഞാനിങ്ങനെ വായും പൊളിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ എറർ കാണാൻ നോക്കിയതാണ്, പക്ഷേ ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് 1.5 മിനിറ്റ് എന്തുകൊണ്ട് 1.5 മിനിറ്റിൽ സംഭവം കഴിഞ്ഞതും ഈ പറയുന്ന പോലെ തന്നെ ലൈറ്റ്സ് ഓൺ ആവാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കര അപ്ലോഡ് ചെയ്യുന്ന തുടങ്ങി. ക്ലയൻറ്റ് തിരിഞ്ഞിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു, വെൽ ഡൺ എന്ന് പറഞ്ഞ് കൈയൊക്കെ തന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് വന്നപ്പോഴാണ് ഞാൻ പുറകോട്ട് നോക്കുമ്പോഴേക്കും ഈ 3000 പേര് എണീറ്റ് നിന്ന് കൈയടിക്കുക. സോ യു സ്റ്റാൻഡിങ് ഒവേഷൻ ഓഫ് ദ എൻറ്റയർ പീപ്പിൾ. ആൻഡ് ഇവൻറ്റ് അത് കഴിഞ്ഞ് അപ്പം ഞാൻ ആക്ച്വലി തോട്ട് അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ സൂപ്പർ പ്രൗഡ്. ഞാൻ വിചാരിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു. ഹി ഈസ് ഷ്യൂർലി വാച്ചിങ് ഫ്രം എബവ്, ബട്ട് ദെൻ ദാറ്റ് വാസ് വൺ മൊമെൻറ്റ് ഐ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ഐ മസ്റ്റ് ഹാവ് ഡൺ ഹിം പ്രൗഡ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് ആസ് എ ഫിലിം മേക്കർ നമുക്ക് ഈ പറഞ്ഞില്ല, ആഡ് ഫിലിംസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ്സ് ഒന്നും ആരും കാണില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ പിന്നെയും ക്രെഡിറ്റ്സ് വെക്കുന്നത്. അതർവൈസ് ടെലിവിഷനിലോ തിയേറ്ററിലോ ഒരു ആഡ് വരുമ്പോൾ ഇത് ആരാ ചെയ്തതെന്ന് നമുക്കറിയില്ല.
നമ്മൾ പണ്ട് മുതലേ കണ്ട് ആസ്വദിച്ച ഒരുപാട് നല്ല ആഡുകൾ ചെയ്തിട്ടുള്ളവരെ നമുക്കിന്നും അറിയില്ല. പക്ഷേ ഇതേപോലെ ഒരു തിയേറ്റർ വ്യൂ, അതൊരു പ്രിവ്യൂ, ഒരു പ്രീമിയർ എന്ന് പറയുന്നത് നമുക്ക് സിനിമയ്ക്ക് കിട്ടുന്ന പോലത്തെ, അത് ഇത്രയും ആയിരക്കണക്കിന്, ഒരു പ്രിവ്യൂവിന് പോലും 400 അല്ലെങ്കിൽ 500 ആൾക്കാരാണ്. 3000-ഓളം ആൾക്കാർ ഒരുമിച്ചിരുന്ന് എണീറ്റിരുന്ന് കൈയടിക്കുന്നത് കണ്ടപ്പോഴേക്കും ഐ മീൻ നോ വൺ ആസ്ക് ദം ടു, അത് അങ്ങനെ എണീറ്റ് കൈയടിച്ചില്ലെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദേ ഓൾ ഗോട്ട് അപ്പ് ഓൺ ടു ദെയർ ഫീറ്റ് ആൻഡ് അപ്ലോഡഡ് എന്ന് കണ്ടപ്പോഴേക്കും ദാറ്റ് വാസ് ലൈക്ക് ഒരു ഭയങ്കര ഒരു ഫുൾഫില്ലിംഗ് മൊമെൻറ്റ് തന്നെയായിരുന്നു. സോ ദാറ്റ് വാസ് വൺ മൊമെൻറ്റ് ദാറ്റ് സ്റ്റേസ് വിത്ത് മീ ആൻഡ് ഐ തിങ്ക് ദാറ്റ് മൈ ഫാദർ വുഡ് ഹാവ് ബീൻ സൂപ്പർ പ്രൗഡ്. അതിൻ്റെ സിമിലർ ലൈനിൽ തന്നെ ഇഫ് ഓഫ് കോഴ്സ് നമ്മളൊരു ഫിലിം മേക്കിംഗ് ജേർണി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇഫ് യു ലുക്ക് അറ്റ് സംതിങ് ആൻഡ് ഒരു പെർട്ടിക്കുലർ തിങ്, സംതിങ് ദാറ്റ് വെൻറ്റ് റോങ് ആൻഡ് യു ഫെൽ ലൈക്ക് ഓക്കെ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛൻ ഇത് പറഞ്ഞേനെ, അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസ് യു ഹാവ് ഹാഡ്? ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ അച്ഛൻ എന്ന ഫിലിം മേക്കർ തന്നെയാണ്, അച്ഛനിൽ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. പിന്നെയാണ് ഈ ഫിലിം സ്കൂളും അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫോമാണ് കൂടുതൽ നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ പറയുന്ന പോലെ പല വർക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ റീസെൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച ആഡ്, ഇന്ന് റിലീസായ ആഡിൻ്റെ ഷൂട്ടിന് തന്നെ ഒരു മേജർ ഒരു മിസ്കം ഉണ്ടായി. ആക്ച്വലി ഒരു സാധനം നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചു, ക്ലയൻറ്റ് അത് പറഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിലെവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഈ ഗ്യാപ്പ് വന്നത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഷൂട്ടിൻ്റെ അന്നാണ് എന്നെ ക്ലയൻറ്റ് വിളിച്ച് പറഞ്ഞത്, ആ ഒരു സംഭവം പാർത്ത് ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോഴത്തേക്ക് ഒരു ആർട്ട് പ്രോപ്പ് ഉണ്ടാക്കുന്നൊരു കേസായിരുന്നു. അപ്പോൾ ആർട്ട് പ്രോപ്പ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ വെച്ചു, ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം, ഇതാണ് നമ്മൾ ചെയ്തത്. അയ്യോ ഞാനിത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ആ ഡയറക്ടറെ പറഞ്ഞു, പുള്ളിക്കൊരു 3 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ വേറെ കുറേ ഷോട്ട്സ് പ്ലാൻ ചെയ്തു, മാനേജ് ചെയ്തു. പക്ഷേ അന്ന് ആക്ച്വലി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം, പുതിയ സാധനം ഉണ്ടായി വരാനൊരു ടൈം, ഒരു ആർട്ടിസ്റ്റിക് സാധനമല്ലേ, സമയം എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പറയുന്ന പോലെ ഓക്കെ മേ ബി അച്ഛൻ ഇത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തേനെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹൗ വുഡ് ഹി മാനേജ് എന്ന് പറഞ്ഞു. അന്നൊക്കെ വേറൊരു സംഭവമാണ് ഈ സ്റ്റോറി ബോർഡുകൾ കാണിച്ചായിരുന്നു നമ്മളന്ന്. ഇപ്പം വിഷ്വലി ആണെങ്കിൽ അതായത് ആർട്ട് പുള്ളുകളും അതുപോലെ തന്നെ സ്റ്റോറി ബോർഡുകളും നറേറ്റ് ചെയ്തുമൊക്കെ അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ പിക്ചർ അന്ന് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പം നമുക്ക് പ്രീവിയസ് പോലത്തെ ഫെസിലിറ്റീസ്, നമുക്ക് പ്രീവിഷ്വലൈസേഷൻ ഫെസിലിറ്റീസ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ അത്രയും മെനക്കെടാറില്ല. സ്റ്റോറി ബോർഡിൽ നമ്മൾ അത്രയും മെനക്കാറില്ല. നമ്മളതിൻ്റെ ഒരു ബേസിക് ഫ്ലോ മാത്രമേ പറയാറുള്ളൂ. ക്ലയൻറ്റും നമുക്ക് ലിബർട്ടി തരാറുണ്ട്. ക്ലയൻറ്റ്സ് 95 or 99% ടൈം ഹാപ്പിയാണ്. പക്ഷേ ഈ പ്രോസസ്സ് പൂർണ്ണമായിട്ട് അവരെ റൺ ത്രൂ ചെയ്തിട്ടുള്ളൊരു രീതിയിലാണ് അച്ഛൻ ചെയ്തിരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാണ് ഇവർക്ക് എല്ലാം പറയേണ്ട കാര്യം എന്താ, ഷുഡ് ബി ഷോ ദ കിച്ചൺ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ. ബട്ട് ഹീ സെഡ് ദാറ്റ് നോ സോ ദാറ്റ് ദേ ആർ ഓൺ ദ സെയിം പേജ്. ബിക്കോസ് നമുക്ക് നമ്മുടെ പണി അറിയാം, അവർക്ക് ചിലപ്പോൾ നമ്മുടെ പണി അറിയില്ല. അപ്പോൾ നാളെ അവർ വന്നിട്ട് ഇത് മാറ്റി അത് മാറ്റുമെന്ന് പറയുമ്പം ഇത് ഇത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ് എന്നുള്ളതിനെ പറ്റി അവരെ നമ്മൾ പ്രോപ്പർലി അവെയർ ആക്കിയാൽ അവരത് പറയില്ല. അല്ല നമ്മൾ അസംഷൻസിൻ്റെ പുറത്തൊന്നും വർക്ക് ചെയ്യരുത്. ഇതിപ്പം ചെറിയൊരു അസംഷനായിരുന്നു, വേറെ ഇതിപ്പം ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ കേസിൽ എസ്കലേഷൻ ഉണ്ടായില്ല, ആ പറഞ്ഞ പ്രോപ്പ് ശരിയായി വന്നു, നമ്മൾ ഷൂട്ട് ചെയ്തു. ഒരു 3 മണിക്കൂറിൻ്റെ ഒരു ഡിലേ വന്നു, അത് ഞങ്ങൾ വേറൊരു രീതിയിൽ മാനേജ് ചെയ്തു. ആ സമയത്ത് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തു, നടന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു ലേണിംഗ് എന്ന് വെച്ചാൽ അച്ഛൻ ഈ പറഞ്ഞാൽ എവറി ഡീറ്റെയിൽ വാസ് ടു ബി ഷെയർഡ് വിത്ത് ദി ക്ലയൻറ്റ്. അപ്പോൾ അതിൽ ഞാൻ ചോദിക്കും എന്തിനാണ് ഇത് പറയുന്നത്, അത് അവർക്ക് റെലവൻ്റ് അല്ലല്ലോ, അത് അവരെ ബോറടിപ്പിക്കുകയല്ലേ നമ്മളെന്ന് പറയുമ്പം അവർക്ക് റെലവൻ്റ് ആയിരിക്കില്ല. പക്ഷേ ഇത്ര എഫേർട്ട് ഇതിനകത്തുണ്ടെന്നുള്ളതും അവർ മനസ്സിലാക്കണം. കാരണം ഇന്നും അത് ഒരു ഫിലിമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് റീഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷൂട്ടിന് ശേഷമുള്ള എഡിറ്റ് എന്ന് പറയുന്നത്. ചില എഡിറ്റ്സ് നമുക്ക് പോസിബിളേ ആവത്തില്ല. ബിക്കോസ് ആ പെർട്ടിക്കുലർ സമയത്ത് ആ പെർട്ടിക്കുലർ ആക്ടർ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ നമുക്ക് ഡെലിവർ ചെയ്തു. അതേ ആളെ തന്നെ 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് സാറേ അതൊന്നുകൂടെ ചെയ്യാൻ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് പോലും വരില്ല. അപ്പോൾ അതൊരു വളരെ സെൻസിറ്റീവായൊരു കാര്യമാണ്. സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും അച്ഛൻ ഞാൻ പുള്ളിയെ ജഡ്ജ് ചെയ്തു, അച്ഛൻ ഓവർ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുകയാണല്ലോ. പക്ഷെ അല്ല, ഹീ ഹാഡ് എ വെരി ക്ലിയർ റീസൺ ഓൺ വൈ ഹി വാസ് ഡൂയിങ് തിങ്സ്. ഇൻ റെട്രോസ്പെക്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ, ആ ഒരു പ്രോസസ്സിന് അതിൻ്റെതായ ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. സോ ടുഡേ ഐ ഓൾസോ ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്ലയൻറ്റ് ദീസ് തിങ്സ് ആർ പോസിബിൾ, ദീസ് തിങ്സ് ആർ നോട്ട് പോസിബിൾ. ആ നോ പറയുന്നതിനൊരു രീതിയുണ്ട് എന്നേ ഉള്ളൂ. ബട്ട് നോ ആയിട്ട് തന്നെ നമ്മൾ പറയണം. അൺവാണ്ടഡ് ആയിട്ടൊരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ച് മുന്നോട്ട് പോകും. ദിസ് വൺ ലേണിംഗ് ദാറ്റ് ഐ ആക്ച്വലി പിക്ഡ് അപ്പ് ഫ്രം ഹിം. ബട്ട് വെൻ ഹി ആക്ച്വലി ടോൾഡ് ഇറ്റ് ഐ വാസ് നോട്ട് വെരി അപ്രീഷിയേറ്റ്. ബട്ട് ടുഡേ ഇൻ ഹൈൻഡ് സൈറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ഹിസ് പോയിന്റ്. സോ അഗെയിൻ പറഞ്ഞ നമ്മൾ പാസ്റ്റിലൂടെ പോയി
പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു. ഫ്യൂച്ചറിലോട്ടുള്ള ഔട്ട്ലുക്ക് എന്താണെന്നുള്ളതും പാത്തും ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് യുവർ ഫോർവേഡ് ജേർണി, അടുത്തൊരു 5 വർഷത്തിൽ ബിയോണ്ട് ഗുഡ് സ്റ്റോറി ടെല്ലിംഗ്, വാട്ട് എൽസ് ഡു യു തിങ്ക് ശ്രവ്യ ഷുഡ് ബി ഏബിൾ ടു അച്ചീവ്, വാട്ട് ഡു യു വാണ്ട് ഇറ്റ് ടു അച്ചീവ്? ഇപ്പോൾ ഒരു 5 ഇയർ ജേർണി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ വി വോണ്ട് ടു ബിക്കം ഒരു 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 പവർ ഹൗസ് ഇൻ സ്റ്റോറി ടെല്ലിംഗ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വൺ ആസ്പെക്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ജസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് ഉപരി ഒരു ബ്രാൻഡിൻ്റെ എൻറ്റയർ റിക്വയർമെൻറ്റ്സ്, അതായത് ഒരു ബ്രാൻഡിനെ ജസ്റ്റ് നമുക്ക് നല്ലൊരു ആഡ് ഫിലിം ചെയ്തുകൊണ്ട് മാത്രമായില്ല, അതിൻ്റെ സ്ട്രാറ്റജീസ് എവറിത്തിങ് ടുഡേ. ഇപ്പം ഒരു എനി ഇൻഡസ്ട്രി, SME, സ്മോൾ മീഡിയം ഓർ ലാർജ്, ഹൗ യു ടെൽ ദ സ്റ്റോറി എന്നുള്ളതിനോടൊപ്പം തന്നെ വൈ ആർ വി ടെല്ലിംഗ് ദിസ് ടു ദീസ് ഓഡിയൻസ് എന്ന് പറയുന്നത്, ദ വൈ, ദ പർപ്പസ്. എവറി ബ്രാൻഡ് നീഡ്സ് എ പർപ്പസ് എന്ന് പറയും. ഇപ്പം സൈമൺ സിനക്കിൻ്റെ ഒക്കെ ഗോൾഡൻ സർക്കിൾ പ്രിൻസിപ്പിൾ ഉണ്ട്, ദാറ്റ് പീപ്പിൾ അൾട്ടിമേറ്റ്ലി കണക്ട് ടു എ ബ്രാൻഡ് ബിക്കോസ് ഓഫ് ദെയർ വൈ. ഇപ്പം ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വാല്യുവേഷൻ നോക്കി കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂഡ് ബ്രാൻഡാണ് ആപ്പിൾ. ആപ്പിളിന് ഇത്രയും വാല്യൂ ബിൽഡ് ആവാൻ ഒരു പ്രധാന റീസൺ ഇസ് ഇൻ വേ ബാക്ക് ഇൻ 1984 വെൻ സ്റ്റീവ് ജോബ്സ് കെയിം ഔട്ട് വിത്ത് ദി iMac. He was very clear on positioning it as a revolution, not just a computer. Because കമ്പ്യൂട്ടേഴ്സ് അതിന് മുമ്പും ഉണ്ട്, ആ സമയത്തും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഹീ ബ്രോട്ട് ഇൻ റിഡ്ലി സ്കോട്ട് ടു ഡയറക്റ്റ് എ കൊമേഴ്ഷ്യൽ ഫിലിം വിച്ച് പ്ലേഡ് ഓൺലി വൺസ് എവർ. അതായത് സൂപ്പർ ബോളിൻ്റെ മിഡ് ബ്രേക്കിൽ 1984 ഒരൊറ്റ തവണയാണ് ആ പരസ്യം പ്ലേ ചെയ്തത്, ബിഗ് ബ്രദർ എന്ന് പറയുന്ന പരസ്യം പ്ലേ ചെയ്തത്. അതിന് മുമ്പ് അതിന് ശേഷം ഇട്ടിട്ടില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ആ ആഡ് കാണുന്നത്. ആൻഡ് ഹീ സ്പെൻഡ് $1 million in 84 ടു മേക്ക് എ കൊമേഴ്ഷ്യൽ. പുള്ളിയുടെ ബോർഡ് പുള്ളിയെ കണ്ടമാനം വഴക്ക് പറയുകയും പുള്ളിയെ ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തൊരു മൊമെൻറ്റാണ് 84, അതായത് 42 years ബാക്ക്. ബട്ട് അന്ന് പുള്ളി സെറ്റ് ചെയ്ത മോഷനാണ് ഇന്ന് ആപ്പിളിനെ റൈഡ് ചെയ്യുന്നത്. ആപ്പിൾ ടുഡേ ഇസ് എ കോസ്, ഇറ്റ്സ് നോട്ട് എ കമ്പനി. ആപ്പിൾ ഈസ് എ റീസൺ വൈ ഇന്നോവേഷൻ ഈസ് ഹാപ്പനിങ്, ഓർ ആപ്പിൾ ഈസ് ദ ഫോർഫാദർ ഓഫ് എവറി കൈൻഡ് ഓഫ് ഇന്നോവേഷൻ വെൻ ഇറ്റ് കംസ് ടു പേഴ്സണൽ കമ്പ്യൂട്ടിംഗ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഐപാഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, വാട്ട് എവർ ഡിവൈസ്, ആ ഡിവൈസ് സെറ്റ് ചെയ്തതുപോലെയാണ് മറ്റ് ഡിവൈസുകൾ ഫോളോ ചെയ്തിട്ടുള്ളത്. വെരി ക്ലിയർ. ആ ഇന്നോവേഷൻ്റെ ഏറ്റവും വലിയൊരു ഒരു എക്സാമ്പിളായിട്ട് ആപ്പിൾ എന്ന ബ്രാൻഡിന് മാറാൻ പറ്റി. ആപ്പിൾ സ്റ്റാൻഡ്സ് ഫോർ ഇന്നോവേഷൻ. അപ്പോൾ അത്രയും ക്ലിയർ ഒരു പൊസിഷനിങ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ആ ബ്രാൻഡ് ഇവിടെ നിൽക്കുന്നത്. സിമിലർലി എവറി ബ്രാൻഡ് ഷുഡ് ഫൈൻഡ് ഔട്ട് ദെയർ പേർപ്പസ്, ഫൈൻഡ് ഔട്ട് ദെയർ വൈ. എന്തിനാണ് അവർ ചെയ്യുന്നത്? ബിക്കോസ് ഇപ്പോൾ ഒരേ സർവീസ് കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് AO BOC ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. സർവീസിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലാതെ ഇഫ് യു ലുക്കിംഗ് ഇറ്റ് എ പ്രൊഡക്റ്റ് ഓർ എ സർവീസ്, ഇറ്റ്സ് ഈസ് കസ്റ്റമറെ സംബന്ധിച്ച് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ദ ഓൺലി ഡിഫറൻഷിയേറ്റർ ഇസ് ദ വൈ. ഈ ABC 3 ബ്രാൻഡ്സ് ഉണ്ട്. ഈ 3 ബ്രാൻഡ്സും ഒരേ പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്, അതും സാമാന്യം ഒരേ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാമാന്യം ഒരേ മേക്കാണ്. പിന്നെ ഒരു കസ്റ്റമർ ഇവരിൽ ആരെ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ 3 പേരുടെയും ബ്രാൻഡ് പർപ്പസ് എത്ര ക്ലിയർലി ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വൈ ഇവരെങ്ങനെ പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒറ്റ ഫാക്ടറിലായിരിക്കും. അത് ഇനി അങ്ങോട്ട് കുറേ അധികം റെലവൻ്റ് ആകാൻ പോകുന്ന കാര്യമാണ്. ബിക്കോസ് സോ മെനി കോമ്പറ്റീറ്റേഴ്സ്, എവറി ഇൻഡസ്ട്രി ഈസ് ഗെറ്റിംഗ് കൺജസ്റ്റഡ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്, ഇൻക്ലൂഡിങ് അഡ്വർടൈസിങ്, ഇൻക്ലൂഡിങ് മൈ ഇൻഡസ്ട്രി, ഇൻക്ലൂഡിങ് എവറി ഇൻഡസ്ട്രി. മോർ ആൻഡ് മോർ പ്ലേയേഴ്സ് ആർ കമ്മിങ് ഇൻ. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇല്ല, ഒരു എലമെൻ്റ് ഇല്ലെങ്കിൽ വി വിൽ ലൂസ് ഔട്ട് എമംഗ് ദ ക്രൗഡ്. സോ ഇതാണ് ഓരോ ബ്രാൻഡും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏറ്റവും വലിയ ഫ്യൂച്ചർ പോയിൻറ്റ്. സോ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക, ആ നെറേറ്റീവ് ബിൽഡ് ചെയ്യുക, അതിനുള്ള സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുക, അതിനുള്ള കണ്ടൻസ് പ്ലാൻ ചെയ്യുക, അതിനുള്ള കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക, ഈ കണ്ടൻസ് ഏതൊക്കെ മീഡിയയിൽ എത്ര അളവിൽ എങ്ങനെ യൂസ് ചെയ്യുക. ബിക്കോസ് കൺവെൻഷണൽ മീഡിയയും കുറേയൊക്കെ ഇന്നും നമുക്കുണ്ട്. കുറേ മീഡിയ, കുറേ എന്താ പറയുക, എവല്യൂഷൻസ് വന്ന് നമ്മുടെ കൂടെ, പരിവർത്തനം വന്ന് നമ്മുടെ കൂടെ ഉണ്ട്. കുറേ പുതിയ മീഡിയ ഇനി നമുക്ക് വരാനുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ടു റീച്ച് ഔട്ട് ടു അവർ ടാർഗറ്റ് ഓഡിയൻസ്. പക്ഷേ ഏതളവിൽ, എത്ര, എവിടെ, എങ്ങനെ എന്നുള്ളത് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ആസ്പെക്ട്. ഇവിടെയാണ് ഇനി അങ്ങോട്ട് റെലവൻസ് വരാൻ പോകുന്നത്. സോ അലോങ് വിത്ത് ദ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആസ്പെക്ട് ദാറ്റ് വി ഫോക്കസ് ഓൺ, I want Shravya to become a consulting service where we can give all these solutions under one umbrella. So as far as the brand is concerned, Shravya will address all. Shravya will discuss, create, ideate, create and deliver everything. സോ ഈ രീതിയിലുള്ളൊരു മീഡിയ പവർ ഹൗസ്, ഒരു കൺസൾട്ടിങ് പവർ ഹൗസ് ഇൻ ദ ബ്രാൻഡിങ് ഫീൽഡ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് നമുക്ക് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് കൺസൾട്ടൻസ്, ബിഗ് 4 പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. മാനേജ്മെൻറ്റും ബിസിനസ്സും പ്രോസസ്സും ഒക്കെ നമുക്ക് കൺസൾട്ടിങ് സർവീസസ് ഉണ്ട്. ബ്രാൻഡിങ് കൺസൾട്ടിങ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് ആക്ച്വലി ടേക്ക് മച്ച് സീരിയസ്നെസ് ഇൻ ടു, which again is a potential gap. This is where I want to position Shravya in the next 5 years.
ആസ് ഇൻ കേരള ഓർ മേ ബി ഇഫ് പോസിബിൾ ഇൻ സൗത്ത് ഇന്ത്യ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു മേജർ ഏജൻസി ആയിട്ട്, ഒരു ന്യൂ ജനറേഷൻ ഏജൻസി ആയിട്ട്, ഒരു സ്ട്രാറ്റജി ബിൽഡിംഗ് ഏജൻസി ആയിട്ട്, ഒരു കൺസൾട്ടിംഗ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലാർജർ വിഷൻ. വി ആർ വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. ഇപ്പം നമുക്ക് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ ഈ ജേർണീൻ്റെ കൂടെ ഉണ്ട്. വി ആർ ടൈയിങ് അപ്പ് വിത്ത് ന്യൂ അസോസിയേറ്റ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ആൻഡ് മേക്കിംഗ് ദിസ് ഇൻ ടു എ സോളിഡ് എൻറ്റിറ്റി വിച്ച് ക്യാൻ കേറ്റർ ടു എവരി റിക്വയർമെൻറ്റ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ 360 ഡിഗ്രി റിക്വയർമെൻറ്റും ഒറ്റ വിൻഡോയിൽ കൊടുക്കാൻ പറ്റുന്ന, അതിനുള്ള എക്സ്പെർട്ടീസ് ഉള്ള, അതിനുള്ള ലെഗസി ഉള്ള, അതിനുള്ള പോർട്ട്ഫോളിയോ ഉള്ള ഒരു 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 പവർ ഹൗസ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് 5 ഇയറിലെ വിഷൻ. സോ പാത്തൻ ബേസിക്കലി പറയുന്നത് നമ്മൾ ലെഗസിയിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ജനറേഷൻസിനെല്ലാം പല ജനറേഷനിലുള്ളവർക്കും ഇമോഷണലി കണക്റ്റ് ആവുന്ന സ്റ്റോറീസ് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ബ്രാൻഡിനെ അവരുടെ സ്റ്റോറി എന്താണ്, വാട്ട് ഡു ദേ വോണ്ട് ടു സേ എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ പൊസിഷൻ ചെയ്യാനുള്ള ഹെൽപ്പ് കൊടുക്കുക Correct. എന്നുള്ള പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗർ പിക്ചർ. സോ ഐ റിയലി ഡു വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. പാത്തൻ, Thank you so much. ശ്രവ്യ, ലെറ്റ്സ് എ ലെഗസി ലിവ് ഓൺ for 100 years. Thank you. So that's it. Today we had Parthan Mohan with us, and we wish Parthan all the very best with Shravya. Thank you Thank so you. much for joining us. Thank you. Pleasure's mine.